കാൻസർ എന്ന രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ ചികിത്സയിലൂടെ ഭേദപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ 30% രോഗികൾ ഈ അവസ്ഥ കഴിഞ്ഞുപോയവരാണ്. അങ്ങനെയുള്ളവർക്കാണ് സാന്ത്വന പരിചരണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. അതെ, കാറ്റും കോളും നിറഞ്ഞ ജീവിതത്തിൽ നമ്മൾ പകച്ചു നിൽക്കേണ്ടി വരുമ്പോൾ, തകർന്നുപോകുന്ന നിമിഷങ്ങൾ കൺമുന്നിൽ ഇരുട്ടുപടർത്തുമ്പോൾ, അന്താളിച്ച് ഭയചകിതരായി സർവവും കൈവിട്ടു പോകുമ്പോൾ ആശ്വാസം ലഭിക്കുവാൻ, പ്രത്യാശയോടെ മുന്നേറുവാൻ ഈ ദൈവവചനം നമ്മെ ബലപ്പെടുത്തും. ആ സർവശക്തനിൽ വിശ്വസിച്ചുകൊണ്ട് കാരിത്താസ് കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അംഗങ്ങളും വോളണ്ടിയർമാരും മാറാരോഗികളായിട്ടുള്ളവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, അരികിലുണ്ട് ഞങ്ങൾ. അരികിലുണ്ട് ഞങ്ങൾ. അരികിലുണ്ട് ഞങ്ങൾ. കാൻസർ എന്ന മഹാരോഗത്തിൻ്റെ പിടിയിലമർന്ന് ചികിത്സയും പരിചരണവും സാന്ത്വനവും ലഭിക്കാതെ വേദനിച്ചു മരിച്ച അനേകം സഹജീവികളെ ഞങ്ങളിവിടെ സ്മരിക്കുന്നു. 1962 കോട്ടയത്ത് തെള്ളകം എന്ന സ്ഥലത്ത് കാരിത്താസ് ആശുപത്രി സ്ഥാപിതമായി. ആധുനിക ചികിത്സാരംഗത്ത് കോട്ടയത്തിന് അഭിമാനവും ആശ്രയവുമായി ഈ ധർമ്മസ്ഥാപനം നിലകൊള്ളുന്നു. വിവിധ തരം ചികിത്സാ സൗകര്യങ്ങൾ ഇന്നിവിടെ ലഭ്യമാണ്. ഏതാണ്ട് 34 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നു പോലും അനേകർ ഈ ആതുരാലയത്തിലേക്ക് ചികിത്സ തേടിയെത്തുന്നു. ഈ രോഗവും പേറി അനേകായിരങ്ങൾ വേദനിക്കുന്നത് കണ്ട് അവരെ സഹായിക്കുവാൻ മനസ്സിലിവ് തോന്നിയ അഭിവന്യ കുന്നശ്ശേരി പിതാവിൻ്റെ പ്രയത്നഫലമായി സ്ഥാപിക്കപ്പെട്ടതാണ് കോട്ടയത്തെ കാരിത്താസ് കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. റേഡിയേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കീമോതെറപ്പി കഴിഞ്ഞ് പോകുന്ന രോഗികളെ സ്വീകരിക്കുവാൻ അധികം ആളുകളാരും ഉണ്ടായിരുന്നില്ല. മക്കളും കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് വലിയ വിഷമമില്ലായിരുന്നു. പാവപ്പെട്ടവരെ നോക്കാൻ ആരുമില്ലായിരുന്നു. ആ അനുഭവത്തിൽ നിന്നാണ് പിന്നീടൊരു ക്യാൻസർ സെൻറ്റർ മധ്യകേരളത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത്. ആ സാഹചര്യത്തിലാണ് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകാനായിട്ട് ശ്രമിച്ചത്. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആളുകളിൽ നിന്ന്, സ്നേഹിതരിൽ നിന്ന്, സഭാ ശുശ്രൂഷകരിൽ നിന്നൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ സ്വീകരിച്ച് ഏതാണ്ട് 15 കോടിയോളം രൂപ സമാഹരിച്ചാണ് ആ സ്ഥാപനം പടുത്തുയർത്തിയത്. പാലിയേറ്റീവ് കെയർ അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടത്ര സൗകര്യങ്ങളില്ലായിരുന്നു. കാരിത്താസിൽ ഒരു പാലിയേറ്റീവ് സെക്ഷൻ പോലും ഇല്ലായിരുന്നു. പിന്നീട് ഡോക്ടർ മേരിയാണ് ആ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇന്നും
പാലിയേറ്റീവിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാരിതാസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഇന്ന് പാലിയേറ്റീവ് കെയർ നടന്ന് വരികയാണ്. വീട് കൊടുങ്ങല്ലൂർ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. അമ്മ, ചേട്ടൻ, അനിയൻ, ഒരു സഹോദരനായി എല്ലാം വേറെ വേറെ താമസിക്കണം. കല്യാണം കഴിഞ്ഞ് എല്ലാവരും വേറെ വേറെ. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ? ബുദ്ധിമുട്ട് ഈ കാല് ഇങ്ങനെ ഇരിക്കുള്ളൂ, രണ്ടും ഇവരില്ല. പിന്നെ എനിക്ക് ഇരിക്കാനൊക്കെ പറ്റില്ല. രണ്ടുപേരും കൂടി ഇത് ഒരു അത്യാവശ്യമായ ഒരു ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത കുടുംബങ്ങളിലുള്ള രോഗികൾക്ക് ആശുപത്രികളിൽ പോയി ചികിത്സ നേടാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക്, നടക്കുവാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക്, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പാലിയേറ്റീവ് കെയർ ഒരു അത്യാവശ്യ ഘടകമാണ്. ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ തളർന്നു പോകുന്നവർ അനവധിയാണ്. അപ്രതീക്ഷിതമായി രോഗം പിടികൂടുമ്പോൾ സാമ്പത്തികമായി പലരും തകർന്നു പോകുന്നു. അന്നന്ന് കഴിയുവാൻ തന്നെ നന്നേ പാടുപെടുന്ന എത്രയോ മനുഷ്യർ, കുടുംബങ്ങൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ. ഒളിച്ചോടുന്ന കുരുന്നുകൾ, എവിടൊക്കെയോ ഇടിച്ചു നിൽക്കുന്ന ജീവിതം. ഈ നിമിഷങ്ങളിൽ സാന്ത്വനത്തിൻ്റെ പ്രതിരൂപങ്ങളായി ഇവർ എത്തുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് അംഗങ്ങൾ ആശ്വസിപ്പിക്കുവാൻ, പരിചരിക്കുവാൻ. കാരിത്താസ് ഹോസ്പിറ്റൽ ആതുര സേവന ധർമ്മസ്ഥാപനമാണ്. അനേക വർഷങ്ങളായി ഈ സേവന രംഗത്ത് മികവുറ്റതായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നടത്തുന്ന മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഏതാണ്ട് 34ഓളം ഡിപ്പാർട്ട്മെൻറ്റ്സ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഈ 34ഓളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഘടകമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തത ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും രോഗികളെ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് രോഗികളെ അന്വേഷിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് പോകുകയാണ്. അതാണ് ഇതിൻ്റെ വ്യത്യസ്തത എന്ന് നമുക്ക് പറയാം. അനേക പ്രവർത്തനങ്ങൾ, സാന്ത്വന ചികിത്സകൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിട്ട് ഈ 4-5 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ കഴിവുള്ളവരും ആതുര സേവനത്തിൽ മികവുറ്റവരുമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവുമാണ്. അനേകം വ്യത്യസ്തതയുള്ള രോഗികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പരിചരണം നൽകുമ്പോൾ അനേകം പേരെ അവരുടേതായ ആരോഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിട്ട് സാധിച്ചിട്ടുണ്ട്.
കേസുകളിൽ ക്യാൻസർ മൂലം ഇനി ചികിത്സയില്ല, അല്ലെങ്കിൽ മുന്നോട്ട് ചികിത്സിച്ചുകൊണ്ട് പ്രയോജനമില്ല, ചിലർക്ക് കൂടെ ഹോസ്പിറ്റലിൽ വരിക പ്രയാസമാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീടുകളിൽ അവർക്ക് സേവനം കിട്ടുക വളരെ അത്യാവശ്യമാണെന്നുള്ള ആ ചിന്തയോടുകൂടി ധാരാളം ആളുകൾ മുൻപോട്ട് വരികയും ഡോക്ടർ മേരിയുടെയും ഏതാനും സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സ്ഥാപക പിതാവിൻ്റെ ദീനാനുകമ്പ മനസ്സിൽ പേറിക്കൊണ്ട് സ്ഥാപിതമായതാണ് കാരിത്താസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. ഡോക്ടർ മേരിയുമായിട്ട് പലപ്പോഴും പറയാറുണ്ട്, നമ്മളിവിടെ ചികിത്സിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന രോഗികളെയാണ്. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തവർക്കും സാമ്പത്തിക പിന്നോക്കമുള്ളവർക്കും അങ്ങോട്ട് ചെന്ന് ചികിത്സ നടത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേക കടമയാണെന്ന് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്തരുണത്തിൽ ഈ കാരിത്താസ് ഹോസ്പിറ്റലിലെ ക്യാൻസർ കെയർ യൂണിറ്റ് വിഭാഗം നല്ല രീതിയിൽ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ആരെങ്കിലും എന്നെ വന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ, എനിക്കൊരു ആശ്വാസവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ മനസ്സിൽ ഉള്ളുരുകി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുന്ന രോഗികളെ അവരുടെ കിടക്കയുടെ അരികിൽ ചെന്ന്, അവരുടെ സ്വന്തം ഭവനത്തിൽ ചെന്ന്, അത് എന്ത് സാഹചര്യമാകട്ടെ, ഏത് രീതിയിലാകട്ടെ, എങ്ങനെയുള്ളവരാകട്ടെ, നാനാ ജാതി മതസ്ഥരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് നല്ല ഒരു സേവനം കാഴ്ചവെക്കുക, അതാണ് നമ്മുടെ സ്ഥാപക പിതാവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹോപകാരം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഡോക്ടർ മേരി, എങ്ങനെയായിരുന്നു പാലിയേറ്റീവ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പാലിയേറ്റീവ് മെഡിസിൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം തിരിച്ചെത്തി എനിക്ക് എത്രയും വേഗം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങണമെന്ന ആഗ്രഹമുണ്ടായി. ആ വിവരം ഡയറക്ടറച്ഛനുമായി ഞാൻ സംസാരിക്കുകയും അച്ഛൻ്റെ അനുമതിയോടെ ജൂൺ 2004 പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു. കാരിത്താസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഡോക്ടർ മേരിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ആരംഭകാലങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പരിശീലനം ലഭിച്ച സ്റ്റാഫിൻ്റെ കുറവ്, വോളണ്ടിയേഴ്സ് പരിശീലനം ലഭിച്ചവർ ആരുമില്ലായിരുന്നു, ഫണ്ടൊന്നുമില്ലായിരുന്നു, വാഹനമില്ലായിരുന്നു, സ്ഥലപരിമിതികൾ, കൺസൾട്ടിംഗ് റൂമൊക്കെ ചെറുതായിരുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൂടെ നടത്തുന്നത്? പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഹോം കെയർ. അപ്പോൾ അത് തുടങ്ങണമെന്ന് വളരെ ആഗ്രഹിക്കുകയും എത്രയും വേഗം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പലതരത്തിലുള്ള തടസ്സങ്ങൾ അതിനുണ്ടായി. കാരണം വാഹനമില്ല, കൂടെ പോകാനുള്ള വോളണ്ടിയേഴ്സിൻ്റെ ലഭ്യത ഇല്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫണ്ടിൻ്റെ കുറവ്, വാഹനം. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ആശുപത്രിയുടെ വണ്ടിയിലാണ് ഏതാനും പ്രാവശ്യം ഹോം കെയറിന് പോയിരുന്നത്. പിന്നീട് ചൈതന്യ പാസ്റ്ററൽ സെൻറ്റർ, ആയുർവേദ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ടാക്സികളിലൊക്കെയാണ് ഞങ്ങൾ ഹോം കെയറിന് പോയിരുന്നത്. ഒക്ടോബർ 11 സാന്ത്വന ചികിത്സാ ദിനമായി നമ്മൾ ആചരിച്ചു കഴിഞ്ഞു. ഏഷ്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ സാന്ത്വന ചികിത്സാ നയം പ്രഖ്യാപിച്ചത് കേരളത്തിലാണ്. സാന്ത്വന പരിചരണ രംഗത്ത് മലയാള മനോരമ തുടക്കമിട്ട പ്രചരണ പരിപാടികൾ കേരള സമൂഹത്തിൽ പുത്തൻ ഉണർവ് സൃഷ്ടിച്ചു കഴിഞ്ഞു. കോഴിക്കോടും മലപ്പുറത്തുമായി 47 പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെയൊക്കെ അമരത്ത് നിൽക്കുന്ന ഡോക്ടർ കെ സുരേഷ് കുമാറിൻ്റെയും സഹപ്രവർത്തകരുടെയും സേവനം എടുത്തു പറയേണ്ടതാണ്. ആശുപത്രികളിലേക്ക് വരാനാവാതെ കിടക്കുന്ന മാറാരോഗികളെ തേടി പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ അംഗങ്ങൾ അവരുടെ വീടുകളിലെത്തി പരിചരണവും സാന്ത്വനവും മരുന്നും നൽകുന്നു. ഭവനങ്ങളിൽ
കഴിയുന്ന ആളുകളിലേക്ക് സാന്ത്വന ചികിത്സയുമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓടിയെത്തുന്നുണ്ട്. അത് ക്യാൻസർ രോഗം മാത്രമല്ല, ഏത് തരത്തിലുള്ള രോഗമാണേലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് സഹായഹസ്തവുമായിട്ട് രോഗികളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ ഉത്തരോത്തരം വളരുവാൻ ഉള്ള പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമൊപ്പം രോഗികളെ പരിചരിക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും സദാ സന്നദ്ധരായി പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരുടെ സേവനം പ്രശംസനീയമാണ്. കാൻസർ ചികിത്സാരംഗത്ത് പ്രശസ്തനായ ഡോക്ടർ VP ഗംഗാധരൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഈ ക്യാൻസർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികളിൽ 35% രോഗികളെങ്കിലും അസുഖം പരിപൂർണമായി ഭേദമായി തിരിച്ച് സമൂഹത്തിലേക്ക് പോകുന്ന രോഗികളാണ്. മറ്റൊരു 35% ആകട്ടെ നമുക്ക് അവരുടെ ജീവിതം കുറേയെങ്കിലും നീട്ടിക്കൊടുക്കാൻ സാധിക്കും. അസുഖം ചികിത്സിച്ച് ഭേദമാക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ജീവിതം നീട്ടിക്കൊടുക്കുക എന്നുള്ളത്. മറ്റൊരു 35% ആകട്ടെ നമുക്ക് അവരുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ജീവിതം നീട്ടിക്കൊടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് സാന്ത്വന ചികിത്സ മാത്രമാണ്. അപ്പോൾ ഈ സാന്ത്വന ചികിത്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. സാന്ത്വന ചികിത്സ എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അതിന് ഒരു ഉത്തരം എന്ന നിലയിൽ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന 3-4 രൂപങ്ങളുണ്ട്. നമുക്ക് ഈ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. വെങ്കിട്ടരാജു, ഭാര്യ, 2 പെൺകുട്ടികൾ, അവരുടെ ഏതാനും നിമിഷങ്ങൾ. ഡോക്ടർ VP ഗംഗാധരൻ്റെ ജീവിതമെന്ന അത്ഭുതം എന്ന അനുഭവക്കുറിപ്പിൽ നിന്നും ഒരേട്. ഇദ്ദേഹമാണ് വെങ്കിടരാജു. കാൻസർ രോഗിയാണ്. ഇവിടെ ചികിത്സയിലുമാണ്. മറ്റുള്ള രോഗികളെ സഹായിക്കുവാനും മനോധൈര്യം പകർന്നു കൊടുക്കുവാനും രാജു എപ്പോഴും തയ്യാർ. തൻ്റെ രോഗത്തെപ്പോലും അവഗണിച്ച് സന്തോഷവാനായി കഴിയുകയെന്നത് വെങ്കിടരാജുവിൻ്റെ പ്രത്യേകതയാണ്. ഭാര്യയും കല്യാണപ്രായമായി നിൽക്കുന്ന 2 പെൺകുട്ടികളുടെ പിതാവുമായ രാജുവിന് കൊച്ചുകുട്ടികളുടെ മനസ്സാണ്. ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. വെങ്കിടരാജു, പറഞ്ഞു വെങ്കിടരാജു. പറഞ്ഞു. ഡോക്ടറോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ കാണും. ഒന്നും പേടിക്കാൻ, ക്യാൻസർ പ്രശ്നമില്ലതേ. ഓ പിന്നെ ധൈര്യമായിട്ടിരിക്കും. പന്ത്രണ്ടാം ബെഡിൽ കിടക്കുന്ന രോഗിയുടെ മരുന്ന് കയറി കഴിഞ്ഞു. നേഴ്സ് വേഗം വരൂ. നേഴ്സ് വയ്ക്കുള്ളൂ, ഞാൻ നോക്കിക്കോളാം. ഭാര്യ എങ്ങോട്ട് പോയി? കാന്റീനിൽ ചോറ് മേടിക്കാൻ പോയി. ഞാൻ മദ്രാസിൽ പോയിട്ട് രാത്രി തന്നെ തിരിച്ചെത്തും കാറിൽ. പിന്നെ 14-ാം വാർഡിൽ കിടക്കുന്ന രോഗിയുടെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വേണ്ടതൊക്കെ സിസ്റ്റർ അന്വേഷിച്ച് വേണം ചെയ്യുകയും വേണം കേട്ടോ. പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നമസ്കാരം സാർ. ഈ ക്യാൻസർ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. ഒന്നും പേടിക്കാനില്ല. രാജു നടന്നോളൂ. അപ്പൊ ഇനി ഇഞ്ചക്ഷൻ വേണ്ട. കണ്ണു തുറന്നേ രാജു. ഡോക്ടർ 5-6 ദിവസം മുന്നേ കീമോ എടുത്തതല്ലേ?
നാളെ ബ്ലഡ് കൊണ്ടൊന്ന് നോക്കിയേക്കും. രാജു, ശ്വാസം വലിച്ചു വിടണേ. അടങ്ങി കിടക്ക് രാജു. എന്ന് പറഞ്ഞ കൊച്ചു കുട്ടിയല്ലേ. കിടക്ക്. ശ്വാസം മുട്ടലുണ്ടെങ്കിൽ മാത്രം ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. 8 കീമോയിൽ 6 എണ്ണം കഴിഞ്ഞു. ഇനി 2 എണ്ണം കൂടിയുണ്ട്. ഇന്നും നാളെയൊക്കെ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. പുറത്തെവിടെയും ചുറ്റരുത്. റെസ്റ്റ് എടുത്തോണം, മനസ്സിലായല്ലോ? ഞാൻ ഈ കട്ടിലിന്ന് അനങ്ങില്ല സാർ. പിന്നെ കൊച്ചു കുട്ടികളെക്കാൾ അനുസരണയുള്ളയാളാണ് രാജു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആട്ടെ, ഭാര്യയും മക്കളും ഒന്നും വന്നില്ലേ? അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛാ? ഭക്ഷണം കഴിച്ചോ അച്ഛാ? കഴിച്ചു. ഞാനിപ്പോ അന്വേഷിച്ചതേ ഉള്ളൂ. രാജുവേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഒരു കുഴപ്പമില്ല. രാജുവിന് ഒരു കുഴപ്പമില്ല. രാജുവിന്റെ മനസ്സിന്റെ ധൈര്യമാണ് കൈമുതൽ. പല രോഗികൾക്കും ഇല്ലാത്തതും അതാണ്. മനസ്സിന്റെ തന്റെ ഇടം കൊണ്ടല്ലേ സാറേ ഈ നായരി പെണ്ണിനെ 20 വർഷം മുമ്പ് ഇവിടെ തറവാട്ടിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടു പോകുന്നത്. ഏതായാലും രാജുവിന്റെ സാമീപ്യം ഇവിടെയുള്ള മറ്റു രോഗികൾക്ക് ആശ്വാസമാണെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. രാജു, അപ്പൊ ശരി ഡോക്ടർ. കേട്ടോടി ഡോക്ടറുടെ അഭിപ്രായം? ഈ മനുഷ്യന് ഒരു നാണവും ഇല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തിനാ ഡോക്ടറോട് പറയാൻ പോയേ? നമ്മളിവിടെ വന്നപ്പോഴേ ഞാൻ ഡോക്ടറോട് പറഞ്ഞതാ നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന്. ഓ, വലിയ ഗ്യാമോയിപ്പോയി. എടി ഭവാനി, ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണ് പഴഞ്ചൊല്ല്. ഇപ്പൊ ഒരാളോടും കൂടി കള്ളം പറയുന്ന പുതിയ ചൊല്ല്. അതാരോടാ? കമ്പ്യൂട്ടറിനോട്. അതെ അച്ഛാ, ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറിനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതം പാഴായി പോകും. എന്താടി പെട്ടെന്ന് നിന്റെ മുഖം വാടിയത്? 2 പെൺകുഞ്ഞുങ്ങളാ നമുക്ക്. ഉള്ളിലെ നൊമ്പരം അതുങ്ങൾ പുറത്ത് കാട്ടുന്നില്ലെന്ന് മാത്രം. അച്ഛന് സുഖമില്ലാതായതുകൊണ്ട് രാത്രി ഉറക്കവുമില്ല അതുങ്ങൾക്ക്. അമ്മ വെറുതെ പറയാച്ചാ, ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. കരയാതെ മക്കളെ, അച്ഛനെല്ലാം കുറവായി. ഇപ്പോൾ എത്രയോ ക്യാൻസർ രോഗികൾ അസുഖം ഭേദമായി സുഖമായി ജീവിക്കുന്നു. വിഷമിക്കാതെ. അച്ഛന്റെ ചികിത്സയ്ക്കായി കിടപ്പാടം പോലും നമുക്ക് വിൽക്കേണ്ടി വന്നു. സാരമില്ല, പോട്ടെ, എല്ലാം പോട്ടെ. നമ്മൾ തോൽക്കാൻ പാടില്ല മക്കളെ. രോഗത്തെ നമ്മൾ തോൽപ്പിക്കണം. അതിന് മക്കൾ അച്ഛൻ്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ? ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങളുണ്ട്. ഞാനൊരു 10 മിനിറ്റിനകം എത്തും. പറഞ്ഞ ഓക്കെ. അത് ശരി. തരാം. ധൃതി വെക്കരുത്. തരാം. തരാം. എനിക്ക് താച്ചാ. അച്ഛാ, എനിക്കും താച്ചാ. എനിക്ക് താച്ചാ. ഇങ്ങോട്ട് ചേർന്നിരിക്കണേ മോളെ. അവിടെ വരെ അച്ഛൻ കൈ നീട്ടട്ടെ. കൊടുക്ക്. ഇതങ്ങോട്ട് കൊടുത്തേ. ഇതെന്റെ ഭവാനിക്കുട്ടിക്ക്. ഡോക്ടർ,
ഈ സമയത്ത് ആരുടെ അനുവാദം വാങ്ങിയാണ് രാജു ഇവിടെ വന്നത്? ഞാൻ ആരുടെ അനുവാദം വാങ്ങിയില്ല സർ. നിങ്ങളൊരു മാരകമായ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലാണെന്നറിയില്ലേ? തുറസായ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് വല്ല അണുബാധയും ഏറ്റാലോ? സാറ് പൊറുക്കണം. ഞാനും എൻ്റെ കൊച്ചുങ്ങളും പകല് മുഴുവനും ഭിക്ഷ അയച്ചു കിട്ടുന്ന കാശ് കൊണ്ടാ ഞങ്ങൾ ചെലവ് കഴിഞ്ഞു പോകുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതുങ്ങൾക്ക് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ള കൊതി കൊണ്ടാ സാറേ. കുഞ്ഞിലേ മുതലേ അത്താഴത്തിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങി കഴിച്ചാലേ ഇതുങ്ങൾക്ക് ഉറക്കം വരും സാറേ. രാജു, ഒരുരുള എനിക്കും തരൂ. ഇവിടെ കുടുംബ ബന്ധങ്ങളുടെ ആഴം നമുക്ക് വ്യക്തമാകും. കാൻസർ ഭീകരമോ മാറാരോഗമോ അല്ല. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി രോഗി അനുസരിക്കണം എന്ന് മാത്രം. നമ്മൾ ഇപ്പോൾ കണ്ട ഈ ജീവിതങ്ങളിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഏതൊരു രോഗിയും എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബാംഗങ്ങളോടും സ്വന്തം ജീവിത സാഹചര്യത്തിലും സ്വന്തം വീട്ടിലുമുള്ള കുറേ ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും രോഗികളുടെ അവസാന നാളുകളിൽ തീർച്ചയായും അവരിഷ്ടപ്പെടുന്നത് സ്വന്തം വീട്ടിൽ, സ്വന്തം കിടക്കയിൽ, സ്വന്തം എന്ന് വിളിക്കാവുന്ന ഭാര്യ, മക്കൾ എന്നിവരോടുള്ള കുറേ നിമിഷങ്ങളായിരിക്കും. പാലിയേറ്റീവ് കെയർ എന്ന ആശയം മനസ്സിലുദിക്കുമ്പോൾ ആദ്യമേ വരുന്ന ഹോം കെയർ എന്നതിൻ്റെ സന്ദേശവും ഇതുതന്നെയാണ്. ഇവിടെ ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. വെങ്കടരാജു എന്ന രോഗിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്. എന്നാൽ ഉറ്റവരും ഉടയവരുമില്ലാത്ത രോഗികളെ തേടിച്ചെന്ന് ആശ്വസിപ്പിക്കുന്നതിലും പരിചരിക്കുന്നതിലുമാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പ്രസക്തി. ഇവരുടെ സാമീപ്യം അനുഭവിച്ചറിഞ്ഞവർ തന്നെ അതേക്കുറിച്ച് പറയുന്നു. എൻ്റെ ഫാദറിന് ലങ്സ് ക്യാൻസർ ആയിരുന്നു. ലങ്സ് ക്യാൻസർ ആണെങ്കിൽ തന്നെയും പ്രൈമറി ആയിരുന്നു ലങ്സ് ക്യാൻസർ. സെക്കൻഡറി സ്പൈനിലേക്കാണ് കൂടുതലായിട്ട് വ്യാപിച്ചത്. രോഗം വളരെ മൂർച്ഛിച്ചിരിക്കുന്നു. അതുകൊണ്ട് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സിംറ്റംസ് കാണുമ്പോൾ അതനുസരിച്ചുള്ള മെഡിസിൻസുകളൊക്കെ കൊടുക്കാനേ സാധിക്കത്തുള്ളൂ എന്ന് പറയുകയും, അങ്ങനെ പാലിയേറ്റീവ് കെയറുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ പാലിയേറ്റീവ് കെയറിലെ മേരി ഡോക്ടറെ ഞങ്ങളെ വന്ന് കാണുകയും റൂമിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ തന്നെ ഡൊമിനിക്ക് എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് വന്നത്. എൻ്റെ പപ്പായ്ക്ക് ലങ് ക്യാൻസറാണ്. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ട് 2 വർഷമായി.
ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞു ഇനി ക്യാൻസറിൻ്റേതായിട്ടുള്ള ഇനി ഒരു അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് പ്ലാനൊന്നും ഇല്ല, ഇനിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ പെയിൻ റിലീഫിനും അതുപോലെ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ എനിക്കൊരു സഹായത്തിന്, എൻ്റെ ഫാദറിൻ്റെ അസുഖം പ്രമാണിച്ചൊരു സഹായത്തിനായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതെത്രമാത്രം മഹത്തരകരമാണ്, ഇതെന്തുമാത്രം ആശ്വാസകരമാണ് എന്ന് അറിയുവാൻ സാധിച്ചത്. കാരിത്താസിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ പിന്നെ അവരുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ പപ്പായനെ പരിചരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ്, അല്ലെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഞങ്ങൾ പോലും പറയാതെ ഡോക്ടറെ അന്നത്തെ ദിവസം ആ ശ്വാസം മുട്ടൽ കൂടുതലായിട്ടിരിക്കുന്ന അവസരത്തിൽ വീട്ടിലേക്ക് കടന്നു വരികയും എന്തു പറ്റി ഡൊമിനിക്ക് എന്ന് ചോദിച്ചുകൊണ്ട്, ഡൊമിനിക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലുള്ള എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും പറഞ്ഞത് അവർക്ക് പോലും അറിയത്തില്ല എത്ര പെട്ടെന്നാണ്, ഏതാണ്ട് 1 മിനിറ്റിനുള്ളിൽ എല്ലാ സംഭവങ്ങളും ചെയ്തു. അതായത് 2-3 ഇഞ്ചക്ഷനുകൾ കൊടുത്തു, എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് പോലും അത്രയ്ക്ക് അത്ഭുതമായി. ചാച്ചൻ പറഞ്ഞു, ദൈവമാണ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന്, ഇങ്ങനെയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല, ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇവിടെ കാണത്തില്ലായിരുന്നു. അതിനുശേഷം തീർച്ചയായിട്ടും ചാച്ചന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വരെ സാധിച്ചു. അവർ വന്നു കഴിഞ്ഞാൽ പെയിനുള്ള മെഡിക്കേഷൻ കൊണ്ടുവരും, അതുപോലെ തന്നെ ഡ്രസ്സ്, പിന്നെ മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള മരുന്നുകൾ കൊണ്ടുവരും. പിന്നെ മരുന്നുകൾ കൊണ്ടുവരും മാത്രമല്ല, ഇപ്പം ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരികയും ചെയ്തു. അതിലുപരി ഇനി എനിക്ക് പറയാനുള്ളത്, ചാച്ചനെ സംബന്ധിച്ചോളം ആത്മീയമായിട്ട് ചാച്ചനെ ഒരുക്കുവാൻ തീർച്ചയായിട്ടും മേരി ഡോക്ടർക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ഡോക്ടറും ടീമും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു പെരുമാറ്റവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഉള്ള പിന്നെ ഞങ്ങളുടെ മൊത്തമായിട്ട് പപ്പായയോടും അമ്മിയോടും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളോട് എല്ലാവരോടുമുള്ള സമീപനവും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എങ്ങനെ കെയർ ചെയ്യും, അതുപോലെ തന്നെ കെയർ ചെയ്യുന്നവരെങ്ങനെ അവരുടെ മാനസിക പ്രശ്നവും എല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നല്ല അഡ്വൈസും അതിൽ ആ പിന്നെ അവിടെ ശരിക്കുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉപദേശവും അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കുക, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പിന്നെ സമീപനം അത് ഞങ്ങൾക്ക് പപ്പായിക്ക് മാത്രമല്ല മമ്മിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പിന്നെ ആശ്വാസപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ഞങ്ങളൊരു തീർച്ചയായിട്ടും പാലിയേറ്റീവ് കെയറുമായിട്ട് ഇപ്പോൾ വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അംഗമാകുവാനായിട്ട് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ ചാച്ചൻ അനുഭവിച്ച വേദനകൾ, ആ വേദനകൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അപ്പോൾ എനിക്ക് ലഭിച്ചൊരു ആശ്വാസം, സാന്ത്വനം, അതുപോലെ ഞങ്ങളെ ചാച്ചന് ലഭിച്ച സാന്ത്വനങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച സാന്ത്വനങ്ങൾ, അതെല്ലാം തീർച്ചയായിട്ടും അതിനെങ്ങനെ നന്ദി പറയണമെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വികാരമാണ്. കാരിത്താസിലെ പാലിയേറ്റീവ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഇങ്ങനെ സാമ്പത്തിക ക്ലേശമുള്ളവർക്ക് ഫ്രീ ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. ഒരു കാര്യം എനിക്ക് എല്ലാവരും പറയുവാനായിട്ടുണ്ട്, ഏതെങ്കിലും രോഗികളെ ക്യാൻസർ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെടണം. അത് സാമ്പത്തികമുള്ള ആൾക്കാരായാലും സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരായാലും, അവർക്ക് സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഏത് സഹായങ്ങളും എന്നോട് പറഞ്ഞിട്ട്, ഞങ്ങളൊരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവരാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് നെബുലൈസർ വേണോ, അതുപോലെ ബെഡ് വേണോ, എന്ത് വേണം, ഏത് സഹായവും ചെയ്യാനായിട്ട് അവർ എന്നോട് പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ വേണമെങ്കിൽ ചെയ്തു തരാം, ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ എല്ലാ രോഗികൾക്കും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കും പ്രയോജനകരമാണ്. നിങ്ങൾ ഈ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഏത് രോഗികളായാലും ശരി, തീർച്ചയായിട്ടും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ പ്രയോജനകരമായിരിക്കും. ഒരു അനുഭവസ്ഥൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ, തീർച്ചയായിട്ടും വളരെ 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 പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇങ്ങനെ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന്, അതുപോലെ ഒരു ക്യാൻസറിൻ്റെ ഒരു ടെർമിനൽ സ്റ്റേജിലെത്തിയിരിക്കുന്ന പേഷ്യൻസിന് അവർ വേണ്ട എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്ടർ ബെഡ്, എയർ ബെഡ്, പിന്നെ വീൽ ചെയർ, അങ്ങനെയുള്ള ഉപകരണങ്ങളും പിന്നെ
എല്ലാം ഒരു സൗജന്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഹോം കെയറിന് പോകുമ്പോൾ സാധാരണയായി ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്? ഒരു സമഗ്ര പരിചരണം, സമ്പൂർണ്ണ പരിചരണം എന്ന് പറയാം ഹോം കെയർ. ശാരീരിക സൗഖ്യം മാത്രമല്ല, ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവും എല്ലാ തലങ്ങളിലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുക. അപ്പോൾ ചിലർക്ക് സാമ്പത്തിക സഹായമായിരിക്കും കൊടുക്കേണ്ടത്, ചിലർക്ക് ശാരീരിക വേദനയായിരിക്കും ഊന്നൽ കൂടി നിൽക്കുന്നത്, ചിലർക്ക് ആത്മീയ പ്രശ്നങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് സാമൂഹ്യ ബന്ധങ്ങൾ കുറഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സും ഞങ്ങൾക്ക് മാറി മാറി അവരുമായിട്ട് സംസാരിക്കാനും കൂടുതൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാനായിട്ട് അവരെ സഹായിക്കാൻ ഞങ്ങൾ സമയമെടുത്ത് ക്ഷമയോടുകൂടി അവരെ ശ്രവിക്കും. അവർക്ക് പല കാര്യങ്ങളും ഞങ്ങളോട് പറയാനുണ്ടാവും. അതെല്ലാം ശ്രവിച്ച് വളരെ ആശ്വാസം കണ്ടെത്തുന്നതായിട്ടാണ് ഞങ്ങൾ തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പോയി രണ്ടാം പ്രാവശ്യം ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഞങ്ങളൊരു സുഹൃത്തായി മാറിയ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ചില രോഗികൾ ഭയങ്കര വേദനയായിട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഞങ്ങൾ ഹോം കെയറുമായിട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളെ ദൈവം കൊണ്ടുവന്നതാണ്, ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു, ആരെ വിളിക്കും, എവിടെ നിന്നൊരു സഹായം കിട്ടുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്. അപ്പോൾ അത് ഏറെ ആശ്വാസമായി. അവർ പറയുകയാണ് വീണ്ടും വീണ്ടും ചെല്ലുമ്പോൾ ഞങ്ങൾക്കത് മറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കൊരു ഉപകാരമാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തക്ക സമയത്ത് നിങ്ങൾ വന്ന് ചെയ്തു തന്നതെന്ന് പലപ്പോഴും രോഗികൾ പറയാറുണ്ട്. അവിടെ ചെന്ന് മരുന്ന് മാത്രമല്ല മറ്റ് സാമഗ്രികൾ, ചിലർക്ക് വാട്ടർ ബെഡ്, വീൽ ചെയർ, നെബുലൈസർ, ഇങ്ങനെ ഏതൊക്കെയാണ് ആവശ്യമെന്നാൽ അതൊക്കെ കൊടുക്കുന്നു. അതും നിർധനരായ രോഗികൾക്ക് ഞങ്ങൾ ഇതെല്ലാം സൗജന്യമായിട്ടാണ് നൽകുക. ആരൊക്കെയാണ് കാരിത്താസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്? എൻ്റെ കൂടെ ഡോക്ടർ സ്വപ്ന തോമസ്, സിസ്റ്റർ സ്മിത, സിസ്റ്റർ ആൻസമ്മ, സിസ്റ്റർ സെലിൻ, സിസ്റ്റർ റൊസാലിയ, സോഷ്യൽ വർക്കേഴ്സ് വീണ, ജോർജ്, വോളണ്ടിയേഴ്സ്, ഞങ്ങൾ ഇങ്ങനെ കുറേ നല്ലൊരു ടീം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. വോളണ്ടിയേഴ്സിന് ഞങ്ങൾ പല പ്രാവശ്യം വിദഗ്ധ ഡോക്ടേഴ്സിനെയും ടീമിനെയും വരുത്തി പരിശീലനം നൽകി ഞങ്ങളുടെ കൂടെ ഓരോരുത്തരെ ഹോം കെയറിന് കൊണ്ടുപോകാൻ തുടങ്ങി. കാരിത്താസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? സമൂഹത്തിന് ബോധവൽക്കരണം നൽകുക, കൂടുതൽ ലോക്കൽ വോളണ്ടിയേഴ്സിന് പരിശീലനം നൽകി കർമ്മരംഗത്തേക്ക് അയക്കുക, ഫണ്ട് സമാഹരണം തുടങ്ങിയവയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ഫണ്ടുകൾ സമാഹരിക്കുന്നത്? ഉദാരമതികളുടെ ചെറുതും വലുതുമായ സംഭാവനകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചാരിറ്റി ബോക്സ് കടകളിലും സ്ഥാപനങ്ങളിലും വച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന തുകയാണ് ഞങ്ങൾ ഈ കാര്യത്തിലേക്ക് വിനിയോഗിക്കുന്നത്. ആശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് പുറമെ ആത്മീയ ഉണർവും പ്രത്യാശയും മനോധൈര്യവും കൊടുത്ത് ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും രോഗികളെ ഇവർ മുക്തരാക്കുന്നു. വായിക്കുവാൻ പുസ്തകങ്ങൾ കൊടുത്തും ആവശ്യത്തിനുള്ള മരുന്നും ആഹാരത്തിനുള്ള കൂപ്പണുകളും രോഗികൾക്ക് കൊടുത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അംഗങ്ങൾ എപ്പോഴും കൂടെയുണ്ടാവും. കേരളത്തിൽ കാരുണ്യത്തിൻ്റെ ഉറവ വറ്റിപ്പോയോ എന്ന് സംശയിക്കേണ്ടി വന്ന അനേകം സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, ഇത് നമ്മൾക്ക് സഹിക്കാനാവില്ല, പൊറുക്കാനാവില്ല. മനുഷ്യത്വത്തിൻ്റെ നീരുറവ തടസ്സമില്ലാതെ ഒഴുകട്ടെ, ഒഴുകി ഒഴുകി മറ്റുള്ളവർക്ക് കുളിർമ പകരട്ടെ. ഇവിടെ നമുക്ക് കൈകോർക്കാം, ആരും അന്യരല്ല എന്ന അവബോധം ഓരോരുത്തരിലും നിറയ്ക്കാം. ക്യാൻസർ ഒരു ഭീകരമായ രോഗമല്ലെന്ന് തിരിച്ചറിയുക. ഇത് ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താവുന്നതാണ്. ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് സാന്ത്വന പരിചരണം. സാന്ത്വന പരിചരണത്തിലൂടെ പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകൾ
ഇവിടെ മുളയ്ക്കട്ടെ.